മൈതാനത്ത് ഹോളണ്ട് തകർത്ത് കളിച്ചപ്പോൾ ബ്രസീൽ എന്ന വൻമരം വീണു. കാനറികളുടെ നെഞ്ചകം തകർത്ത് നോർവീജിയൻ വൻമതിലായി ഹോളണ്ട് മാറി. നെയ്മറുടെ കണ്ണീരിൽ വിറച്ച് ന്യൂജേഴ്സി ചരിത്രത്തിലാദ്യമായി ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിലേക്ക്. ഫുട്ബോൾ ലോകത്തെ വമ്പന്മാർക്ക് ഇനി നെഞ്ചെടുപ്പിന്റെ നാളുകളാണ്. 5 വട്ടത്തെ ലോക കിരീടത്തിന്റെ അഹങ്കാരവുമായി കളത്തിലിറങ്ങി ബ്രസീലിനെ ആരും കൊതിക്കുന്ന കാനറിപ്പടയെ തരിപ്പണമാക്കി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുന്നത്. കാനറികളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ 2 വെടിയുണ്ടകളുമായി എർലിംഗ് ഹാലൻഡ് എന്ന നോർവീജിയൻ സുനാമി കളം നിറഞ്ഞാടിയപ്പോൾ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ മലയാളി ആരാധകരടക്കമുള്ള ലക്ഷക്കണക്കിന് ബ്രസീൽ പ്രേമികളുടെ നെഞ്ചാണ് തകർന്നുപോയത്. ബ്രസീലിന് 1, നോർവേക്ക് 2 എന്ന സ്കോറും. കളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നാടകീയത നിറഞ്ഞ മത്സരത്തിൽ അക്ഷരാർത്ഥത്തിൽ ബ്രസീൽ സ്വയം കുഴിതോണ്ടുകയായിരുന്നു പറയേണ്ടി വരും. 14-ാം മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാൻ ബ്രൂണോ ഗിമഷൂറിന് സാധിക്കാതെ പോയതാണ് മത്സരത്തിന്റെ വഴിത്തിരിവായത്. വാർ പരിശോധനയ്ക്ക് ശേഷം ലഭിച്ച ആ സുവർണാവസരം നോർവേ ഗോളി ഓഴാൻ നീലാൻഡ് തട്ടിയകറ്റിയപ്പോൾ തന്നെ ബ്രസീൽ ആരാധകരുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീണിരുന്നു. ആദ്യ പകുതിയിൽ വിനീഷ്യസ് ജൂനിയറും മാർട്ടിനെല്ലിയും കുനിയയും എല്ലാം നോർവേ ബോക്സിലേക്ക് ഇരച്ചു കയറിയെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ ബ്രസീലിന് വിനയായി. 1-ാം പകുതി ഗോൾരഹിതമായി പിരിഞ്ഞതോടെ 2-ാം പകുതിയിൽ ബ്രസീൽ ആരാധകരുടെ നെഞ്ചടിപ്പേറ്റി സൂപ്പർ താരം നെയ്മറും വണ്ടർ കിഡ് എൻട്രിക്കും കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നാൽ ബ്രസീലിന്റെ കളിശൈലിയിൽ കാര്യമായ മാറ്റമൊന്നും വരുത്താൻ ഈ മാറ്റങ്ങൾക്കായില്ല. 59-ാം മിനിറ്റിൽ വിനീഷ്യസ് വെള്ളിത്താളത്തിൽ വെച്ച് നൽകിയൊരു സുവർണാവസരം എൻട്രിക് പുറത്തേക്ക് അടിച്ചു കളഞ്ഞത് ബ്രസീൽ ക്യാമ്പിലെ അനാസ്ഥയുടെ തെളിവായി. ബ്രസീൽ താരങ്ങൾ അവസരങ്ങൾ പാഴാക്കി മുന്നേറവെയാണ് 79-ാം മിനിറ്റിൽ നോർവേയുടെ ആദ്യ പ്രഹരമേൽക്കുന്നത്. ആൻഡ്രേസ് ഷിൽഡറപ്പ് ബോക്സിലേക്ക് ഉയർത്തി നൽകിയ മനോഹരമായ ക്രോസ് ബ്രസീൽ പ്രതിരോധ താരം ഗബ്രിയേലിനേക്കാൾ ഉയരത്തിൽ ചാടി എർലിംഗ് ഹാലൻഡ് ഹെഡറിലൂടെ ബ്രസീൽ വലയിലെത്തിച്ചു. ബ്രസീൽ ഗോളി അലിസനെ കാഴ്ചക്കാരനാക്കി പന്ത് വല തുളച്ചു കയറിയപ്പോൾ ന്യൂജേഴ്സി സ്റ്റേഡിയം സ്തംഭിച്ചുപോയി. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല ബ്രസീലിന്റെ ദുരന്തം. സമനിലക്കായി ബ്രസീൽ തത്രപ്പെടുന്നതിനിടെ 90-ാം മിനിറ്റിൽ ഹാലൻഡ് വീണ്ടും അവതരിച്ചു. ബോക്സിന് പുറത്ത് കൃത്യമായ പൊസിഷനിൽ നിലയുറപ്പിച്ച ഹാലൻഡിന് ഇത്തവണയും അസിസ്റ്റ് നൽകിയത് ഷിൽഡറപ്പായിരുന്നു. പന്ത് ഒറ്റ ടച്ചിൽ നിയന്ത്രിച്ച ഹാലൻഡ് അലിസണ് യാതൊരു അവസരവും നൽകാതെ ഒരു കിടിലൻ ഇടംകാലൻ ഷോട്ട് തീർത്തു. പന്ത് നേരെ ബ്രസീലിന്റെ വലയിലേക്ക്. സ്കോർ 2-0. നോർവേ ചരിത്ര വിജയത്തിലേക്ക് കുതിച്ച നിമിഷം. കളിയുടെ ഇഞ്ചുറി ടൈമിൽ കാസമിരിയോ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് ബ്രസീലിന് അനുകൂലമായി മറ്റൊരു പെനാൽറ്റി കൂടി ലഭിച്ചു. കിക്കെടുത്ത നെയ്മർ ഒട്ടും പിഴച്ചില്ല. പന്ത് വലയിലെത്തിച്ച് നെയ്മർ ഒരു ഗോൾ മടക്കിയെങ്കിലും ആഘോഷങ്ങളിലൊന്നും ഒരു ജീവൻ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നെയ്മറുടെ കരിയറിൽ അവസാന ലോകകപ്പ് ഗോൾ ആയിരിക്കാം ഇതെന്ന വിതുമ്പലോടെയാണ് കാനറി ആരാധകർ കാഴ്ച കണ്ടുന്നത്. തൊട്ടു പിന്നാലെ ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ 5 വട്ടത്തെ ലോക ചാമ്പ്യന്മാർ കണ്ണീരോടെ ടൂർണമെന്റിന് പുറത്തേക്ക് പോന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫ്രാൻസിനോട് വൻ തോൽവി വഴങ്ങിയിട്ടും പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ച് തന്ത്രപരമായ നീക്കം നടത്തിയ നോർവേ കോച്ച് സ്റ്റാലെ സോൾബാക്കന്റെ തന്ത്രങ്ങളാണ് നോർവേ ചരിത്ര നേട്ടത്തിലേക്ക് നയിച്ചത്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടോ മെക്സിക്കോയോ ആയിരിക്കും നോർവേയുടെ എതിരാളികൾ. എന്തായാലും ഈ കാനറി പടയുടെ അപ്രതീക്ഷിത പതനം ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്.